നമസ്കാരം. മാസങ്ങളോളം നീണ്ട സംഘർഷത്തിനൊടുവിൽ ഇറാനെ പൂർണ്ണമായി വഴിപ്പെടുത്തുമെന്ന അമേരിക്കൻ അവകാശവാദങ്ങൾ കെട്ടടങ്ങുമ്പോൾ യാഥാർത്ഥ്യം മറ്റൊരു കഥയാണ് പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും യുദ്ധം അവസാനിപ്പിക്കുവാനുമായി അമേരിക്ക തന്നെ ധാരണയിലേക്ക് എത്തേണ്ടി വന്ന സാഹചര്യം സൈനിക ശക്തിയേക്കാൾ നയതന്ത്രത്തിന്റെ ശക്തിയാണ് ഒടുവിൽ ജയിച്ചതെന്ന വിലയിരുത്തലുകൾക്ക് വഴിവെക്കുന്നു. വിമർശകരുടെ കാഴ്ചപ്പാടിൽ ഇത് ട്രംപിന്റെ വിജയമല്ല, മറിച്ച് യുദ്ധം കൊണ്ട് നേടാനാകാത്തത് കരാറിലൂടെ അംഗീകരിക്കേണ്ടി വന്ന ഒരു രാഷ്ട്രീയ പിൻവാങ്ങലാണ്. ഇറാനുമായി ധാരണാപത്രം ഒപ്പിട്ടതോടെ യുഎസിലെ ജനങ്ങൾ വെറുത്ത ഒരു യുദ്ധത്തിൽ നിന്ന് തലയൂരുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ കരാറിൽ ഇറാൻ ഇളവുകൾ നൽകിയതിനുള്ള വിമർശനങ്ങൾ കൂടി ഇനി ട്രംപ് നേരിടേണ്ടി വരും. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കാമെന്നും ഇറാന്റെ പെട്രോളിയം പ്രകൃതിവാതക സമ്പത്ത് കൈക്കലാക്കാമെന്നും മോഹിച്ചാണ് ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് സേനയെ അയച്ചത്. എന്നാൽ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞു. യുഎസിലും യൂറോപ്പിലും അടക്കം ലോകമെങ്ങും ഇന്ധനവില കുത്തനെ ഉയർന്നു. നവംബറിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കുന്ന യുഎസിൽ വിലക്കയറ്റം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് ട്രംപ് ഒത്തുതീർപ്പിന് ഇറങ്ങിത്തിരിച്ചത്. യുദ്ധം നിർത്തിയതോടെ ജനവികാരം മാനിച്ചതായി തൽക്കാലം സമാധാനിക്കാമെങ്കിലും യുദ്ധത്തിനായി നിലകൊണ്ട റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇസ്രായേൽ പക്ഷക്കാരുടെ വിമർശനം ട്രംപിനെ കുഴപ്പത്തിലാക്കും. ആണവ പദ്ധതി സംബന്ധിച്ച് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചതും നിക്ഷേപങ്ങൾ വിട്ടുകൊടുക്കുന്നതും ഇറാനുള്ള അനാവശ്യ ഇളവുകളാണ് എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. യുഎസ് കോൺഗ്രസിന്റെ നിയന്ത്രണം നിലനിർത്താൻ കഷ്ടപ്പെടുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇടക്കാല തിരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചാൽ വലിയ തിരിച്ചടിയാവും. കരാറിനെ ശക്തിയായി എതിർക്കുന്ന ഇസ്രായേലിനെ അണുനയിപ്പിച്ച് കൂടെ നിർത്തുക ട്രംപ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ്. ലെബനനിൽ ആക്രമണം തുടർന്നാൽ കരാർ പെടുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകി കഴിഞ്ഞു. കരാർ ഒപ്പിടും മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചുവെങ്കിലും തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഇന്നലെ വരെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പറഞ്ഞത്. ഇവിടെ യുഎസ് ലക്ഷ്യമിട്ട 5 പ്രധാന കാര്യങ്ങളും ഫലപ്രാപ്തിയും കൂടി വിശദമായി ഈ അവസരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് ഇറാന്റെ ആണവായുധം നിർമ്മാണം തടയുക എന്നതായിരുന്നു യുഎസ് പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യം. ഇറാൻ ദിവസങ്ങൾക്കകം ആണവായുധം ഉണ്ടാക്കുമെന്ന് ആരോപിച്ചാണ് ഇസ്രായേലിനൊപ്പം യുഎസും ഇറാനിൽ ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കാനും ലക്ഷ്യമിട്ടു. എന്നാൽ സംഭവിച്ചത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ വിട്ടുകൊടുത്തില്ല എന്ന് മാത്രമല്ല, ആണവായുധം ഉണ്ടാക്കില്ല എന്ന മുൻ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ച പിന്നീടാകാമെന്നും ഇറാൻ ഉറച്ചുനിന്നു. അതായത് യുഎസിന്റെ ഫലപ്രാപ്തി വെറും 65% മാത്രമായി ചുരുങ്ങിയെന്ന് സാരം. യുറേനിയം സമ്പുഷ്ടീകരണ ശാസ്ത്രീയ വൈദഗ്ധ്യവും അതിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇറാന് ഇപ്പോഴുമുണ്ട്. തകർന്ന ആണവ നിലയങ്ങൾ പുനർനിർമ്മിക്കാനും ആരംഭിച്ചു. ഇനി രണ്ടാമത്തേത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ ശേഖരവും തകർക്കുക എന്ന യുഎസ് ലക്ഷ്യം പരിശോധിക്കുക. യുഎസ് സൈന്യത്തിനും സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങൾക്കും നേരെയുള്ള ഇറാന്റെ ആക്രമണശേഷി കുറയ്ക്കുകയായിരുന്നു യുഎസിന്റെ ലക്ഷ്യം. എന്നാൽ സംഭവിച്ചത് ഇറാന്റെ നാവിക വ്യോമസേനകളുടെ ശക്തി ക്ഷയിപ്പിക്കാനായി. എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ശേഖരങ്ങൾക്ക് കാര്യമായ നാശമുണ്ടാക്കാനായില്ല. മിസൈൽ നിർമ്മാണ ശേഷിയും തകർന്നില്ല. ഫലപ്രാപ്തി കേവലം 55% മാത്രം. ഇപ്പോഴും ഇറാന്റെ മിസൈൽ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ഡ്രോൺ ആക്രമണം തുടരുന്നു. ഇനി മൂന്നാമത്തേത് പശ്ചിമേഷ്യയിലെ സായുധ വിഭാഗങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ തടയുക എന്ന യുഎസ് ലക്ഷ്യമായിരുന്നു. ലെബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ സായുധ വിഭാഗങ്ങൾ ഇസ്രായേലിന് മുഖ്യ ഭീഷണിയാണ്. അവർക്കുള്ള ഇറാൻ സൈനിക പിന്തുണ ഇല്ലാതാക്കുക എന്നതായിരുന്നു പ്ലാൻ. എന്നാൽ സംഭവിച്ചത് ലെബനനിൽ ഹിസ്ബുള്ളയുടെ പോരാട്ട വീര്യം കുറഞ്ഞിട്ടില്ല. യമനിലെ ഹൂതികളുടെ കരുത്ത് ചോർന്നിട്ടില്ല. അതോടെ ഫലപ്രാപ്തി 25% മാത്രമായി പിന്നെയും യുഎസിന് ചുരുങ്ങി. സായുധരായ പങ്കാളികളുടെ വലിയ ശൃംഖല ഇപ്പോഴും ശക്തവുമാണ്. സിറിയയിൽ ഇറാൻ അനുകൂല സർക്കാർ പുറത്തായത് മാത്രമായിരുന്നു ഇക്കാര്യത്തിൽ യുഎസിന്റെ നേട്ടം. ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്നതായിരുന്നു അടുത്ത യുഎസ് ലക്ഷ്യം. യുദ്ധത്തിന് മുൻപേ തുറന്നുകിടന്ന കടലിടുക്കാണ് ഇറാൻ യുദ്ധകാലത്ത് സമ്മർദ്ദ തന്ത്രമായി അടച്ചത്. ഇത് തുറപ്പിക്കാനായി യുഎസ് ഇറാൻ തുറമുഖങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഹോർമൂസിൽ യുഎസ് സേനയെ വിന്യസിച്ചു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നുവെങ്കിലും ഇറാന്റെ നിയന്ത്രണം ഇപ്പോഴും തുടരുന്നു. യുഎസിന്റെ ഫലപ്രാപ്തി ഈ വിഷയത്തിൽ കേവലം 60% മാത്രമാണ് എന്നാണ് കണക്കുകൾ. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ സ്വാധീനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വിജയിച്ചില്ല. ഇറാന്റെ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. സഖ്യകക്ഷികളായ ഇസ്രായേൽ, യുഎസ് സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന യുഎസ് ലക്ഷ്യത്തിന് സംഭവിച്ചത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ ആക്രമണങ്ങളിൽ വലഞ്ഞു. എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടു. സൈനിക രംഗത്തും അത് തിരിച്ചടിയായി മാറി. യുഎസിലെ സൈനിക താവളങ്ങളിൽ ഇറാൻ ആക്രമണങ്ങളിൽ കാര്യമായ നാശം സംഭവിച്ചു എന്നത് മാത്രമാണ് ഇതുകൊണ്ടുണ്ടായ ഏക കാര്യം. ഫലപ്രാപ്തി കേവലം 45% മാത്രമാണെന്നാണ് കണക്കുകൾ. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്നു. ഊർജ്ജ രംഗത്ത് പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇറാന് സാധിച്ചു. ഈ കണക്കുകൾ മാത്രം മതി അമേരിക്ക എന്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങി എന്നത് മനസ്സിലാക്കാൻ.